ഹലോ ഗൈസ്, തുടക്കം ഒടുക്കോ ഇല്ലാത്തൊരു വീഡിയോ ആണ് ഇന്നത്തേത്. എൻ്റെ ഒരു സൺഡേ, കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണെങ്കിലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് അധികം സമയം എടുത്തുപോയി. വൈകിയാണെങ്കിലും സാരമില്ല, പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു. സൺഡേസ് സാധാരണ വൈകിയാണ് നിൽക്കാറ്. ഇന്നും അതുപോലെ തന്നെ ഒരു 8:30 ഒന്ന് കണ്ണു തുറന്ന് കിട്ടാനായിട്ട്. പിന്നെ ബെഡിൽ നിന്നൊന്ന് പൊന്തി കിട്ടാൻ 9 ആയി. എഴുന്നേറ്റ് കുറച്ച് സമയം തിരിഞ്ഞു കളിക്കും, അങ്ങനെ സമയം പോകും. എന്നിട്ടാണ് അടുക്കളയിൽ കയറുക. ഇന്ന് ദോശയും ചട്നി ആക്കാന്ന് വെച്ചു. അതിന്റെ പണിയിലാണ്. ഇടയ്ക്ക് വളരെ റെയർ ആയിട്ടാണെങ്കിലും ഏട്ടനും കിച്ചണിൽ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്ന് പുള്ളിയാണ് ചായ ഉണ്ടാക്കിയത്. അങ്ങനെ 10:30 ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആക്കി കഴിക്കാനിരുന്നു കേട്ടോ. കഴിക്കുമ്പോൾ ഒരു മൂവി കാണണം, അത് നിർബന്ധം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനി ലഞ്ചിന് എന്താണെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മൂപ്പരാൾക്കൊരു പൂതി. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അങ്ങ് ചെയ്തു കൊടുത്തേക്കണമെന്ന് പണ്ടാരോ പറഞ്ഞ് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ കിച്ചണിലേക്ക് ഓടിയിട്ടോ മന്തി ഉണ്ടാക്കാൻ. ആദ്യം തന്നെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു. അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് അരി അളന്ന് കഴുകി വെച്ചു കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട്. അച്ഛനും മോനും കാർ കഴുകാനായിട്ട് പോകണേ പുറത്തേക്ക്. ഞാനും പിന്നാലെ പോയി വീഡിയോ എടുത്താണ്. തിരിച്ചു വന്നപ്പോഴേക്കും അരി നന്നായിട്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എടുത്ത് വാർക്കാം. എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന മന്തി ആയതുകൊണ്ട് തന്നെ പണികളെല്ലാം വേഗം വേഗം തീർക്കാനായിട്ട് പറ്റിയിട്ടോ. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് വേവിച്ച അരിയിട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും മന്തി സെറ്റായി കിട്ടും. ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ പിന്നൊരു ഡേ കാണിക്കാം കേട്ടോ. മന്തി സെറ്റ് ആവുന്ന സമയം കൊണ്ട് അതിന് സൈഡായിട്ട് ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുത്തു. മന്തിന്റെ മണം വന്നപ്പോൾ തന്നെ നന്നായിട്ട് വിശന്നു കേട്ടോ. അങ്ങനെ ലഞ്ചും കഴിച്ചു. ഇനിയുണ്ട് ക്ലീനിങ്. വേഗം ചടപട അടിച്ചു വാരി തുടച്ചു. അപ്പോഴേക്കും അച്ഛനും മോനും ഉറങ്ങാൻ കിടന്നുണ്ടായിരുന്നു. എനിക്ക് അലക്കിയത് ആറിടാനുണ്ടായിരുന്നു. അതെല്ലാം വിരിച്ച് പുറത്ത് കൊണ്ടുവച്ച് കുളിക്കാൻ കയറി. നല്ലൊരു കുളിയും ബസ്സാക്കി ഞാനും പോയി കിടന്നുറങ്ങി കേട്ടോ.